Hello everyone, home recipes like swagatham. സുഖല്ലേ എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ടിക്ടോക്കിലൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ ഷേക്ക് ആണ് അല്ലെങ്കിൽ ജ്യൂസ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്ക് ചക്കക്കുരു എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല സുലഭമായി കൊണ്ടിരിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിന് മെയിനായിട്ട് വേണ്ടത് ചക്കക്കുരുവാണ്. അപ്പം ചക്കക്കുരു ഫസ്റ്റ് അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. ജസ്റ്റ് അതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രം ഒന്ന് കളഞ്ഞാൽ മതി. ബ്രൗൺ പോർഷന് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതേപോലെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നടു ചീന്തി മുറിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടത്. അതേപോലെ എല്ലാം ഒന്ന് ചെയ്തിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അതേപോലെ ഞാൻ മൊത്തം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 5-6 വിസിൽ വരെ എനിക്ക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ തന്നെ ഒന്ന് കുക്കായി കിട്ടണം. ഞാനൊരു ഓവർ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. ഒരു 4-5 വിസിൽ കഴിഞ്ഞിട്ട് ഇതേ രീതിക്കൊന്ന് വെന്ത് കിട്ടണം. നല്ല ഒടിയുന്ന രൂപത്തിലായി കിട്ടണം. അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മൊത്തം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമുള്ളത് അതും കൂടി ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് ഒരു 2 ഏലക്കായാണ്. അപ്പോൾ വേറൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഇപ്പം കുറച്ച് പാലൊഴിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഫസ്റ്റ് ഒന്ന് നല്ലപോലെ അടിച്ചതിന് ശേഷം ബാക്കി പാലും കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ മതി. നല്ല ക്രീമിയായിട്ട് അത്യാവശ്യം നല്ലപോലെ ഒന്ന് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പാലും കൂടി ഒഴിച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കുന്നവരെ ഒന്ന് അരിച്ചെടുക്കാം. ജ്യൂസ് ഇത് അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഷേക്ക് രൂപത്തിലാണ് ഞാൻ ചെയ്തെടുത്തത്. നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പാലോ വെള്ളമോ ചേർത്തിട്ടൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്ര പണിയുള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. കാരണം എനിക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇത്. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കാൻ മറക്കരുത്. ഞാനിത് ജസ്റ്റ് ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ചൊരു ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ ബൂസ്റ്റ് പൊടി ഏറ്റവും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുടിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ഒന്നുമില്ലാതെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. താങ്ക്